സീറോ അവറിലേക്ക് വീണ്ടും സ്വാഗതം. വർഗീയവാദ പ്രസംഗത്തിന്റെ പേരിൽ PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കവെയാണ് ഇപ്പോൾ PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഹൈക്കോടതി PC ജോർജിന് മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുകയും ഒടുക്കം ഈരാറ്റുപേട്ട കോടതിയിൽ ജോർജ് കീഴടങ്ങുകയും ചെയ്തു. ഗുരുതരമായ വർഗീയ പ്രസംഗത്തിന്റെ പേരിലാണ്. ഷൈജു പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് പോകും സാറേ. ശ്രീതന്തി കീഴടങ്ങിയോ? ഷൈജു വിവരങ്ങളുമായി. ഷൈജു, ഈ ജോർജ് കോടതിയിൽ കീഴടങ്ങി എന്നത് നമ്മൾ കൺഫേം ചെയ്യുകയാണ്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലും വീടും കേന്ദ്രീകരിച്ച്, പ്ലാത്തോട്ടത്തെ അദ്ദേഹത്തിന്റെ വീടും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ശ്രമമായിരുന്നു. കാരണം വീട്ടിലെത്തും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എങ്കിൽ അപ്പോൾ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേഷനിലെത്തിയാൽ അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താം എന്നായിരുന്നു തീരുമാനമെങ്കിൽ ആ തീരുമാനം പോലീസിനെ വെട്ടിച്ചാണ് ഇപ്പോൾ PC ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. കോടതിയിൽ കീഴടങ്ങുക എന്ന ഒരു പ്രക്രിയയിലേക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആ പ്രതീക്ഷ പോലീസ് ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. പക്ഷേ പോലീസ് എടുത്ത ഒരു ശ്രമത്തിന്റെ ഭാഗമായി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ വീട്ടിലോ എത്താതെ കോടതിയിൽ ഹാജരാകുകയാണ് ചെയ്തത്. കോടതിയിൽ കീഴടങ്ങി. ഇനി കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ കൊണ്ടുവരുമോ, അവിടെ തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കോടതിയിൽ ഹാജരായിക്കൊണ്ട് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു നീക്കം PC ജോർജ് നടത്തിയത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ് എന്ന് പറയേണ്ടി വരും. നിഷാദ്, PC ജോർജ് വർഗീയ പ്രസംഗത്തിന്റെ പേരിൽ ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചതിന് പിന്നാലെ ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. ഗുരുതരമായ വർഗീയ പ്രസംഗമാണ്. ഒരു ടെലിവിഷൻ ഡിബേറ്റിനിടയ്ക്ക് വർഗീയ പരാമർശമാണ് PC ജോർജ് നടത്തിയത്. ഇതിന്റെ പേരിൽ മുൻകൂർ കേസെടുത്തെങ്കിലും കേരള പോലീസ് അദ്ദേഹത്തിനെതിരെ നടപടിയിലേക്ക് തുടക്കത്തിൽ പോയിരുന്നില്ല. പിന്നീട് പ്രതിഷേധമല്ല, ഞങ്ങൾ ഹാജരാകാൻ തീരുമാനിച്ചു. ഇപ്പം കോടതിയിലേക്ക് പോവാണ്. ഒരു 5 മിനിറ്റിൽ അവിടെ എത്തും. അദ്ദേഹം എത്തുമ്പോഴേക്കും ഞങ്ങൾ പോലീസ് നടപടിക്ക് വിധേയനാകുമെന്ന് പറയുമ്പോൾ കോടതി എന്ന രീതിയിലാണല്ലേ? കോടതിയുടെ ഓർഡറാണല്ലോ വന്നിരിക്കുന്നത്. അതായത് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാകുന്നു. മജിസ്ട്രേറ്റ് തീരുമാനങ്ങൾ. നിങ്ങൾ അഭിവാദ പ്രകടനം നടത്തുന്നുണ്ടോ? ഇല്ല, പ്രകടനം നിശ്ചയിച്ചിട്ടില്ല. ഇപ്പം എത്തും, ഒരു 5 മിനിറ്റിൽ എത്തും. ജോസി ബാബു കൂടി ചേരുന്നു. ജോസി, ജോർജ് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പോൾ അതിന്റെ തുടർ സാധ്യതകൾ എന്തെല്ലാമാണ്? നിഷാദ്, അതിനാടകീയമായാണ് ഈ കീഴടങ്ങൾ നടന്നത്. നേരത്തെ തന്നെ പോലീസിനെ അതോടൊപ്പം മാധ്യമങ്ങളെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷന് മുന്നിൽ ഹാജരാകുമെന്നുള്ള പ്രതികരണമായിരുന്നു BJP നേതാക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമൊക്കെയും നൽകിയിരുന്നത്. എന്നാൽ അതിനാടകീയമായി പോലീസിനെ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയതിന് പ്രകാരം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പോലീസ് കാത്തിരുന്നു. പക്ഷേ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കോടതിയിലാണ് ഇപ്പോൾ അദ്ദേഹം എത്തി കീഴടങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി മറ്റു തുടർ നടപടികൾ ഉണ്ടാകും. സ്വാഭാവികമായും പോലീസ് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണുള്ളത്. അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടും. അതിനുശേഷം കോടതി നടപടികൾ ഉണ്ടാകും. വൈദ്യപരിശോധന അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കോടതി നിർദ്ദേശപ്രകാരം അത്തരം നടപടികൾ ഉണ്ടാകും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ശനിയാഴ്ച അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തനിക്ക് സ്ഥലത്തില്ലാത്തതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തിങ്കളാഴ്ച വരെ സമയം ചോദിച്ച് ഈരാറ്റുപേട്ട പോലീസിന് കത്ത് നൽകിയത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു ഈ പോലീസ് ഇരുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്ത് നൽകിയ ഒരാൾ തങ്ങളെ വിട്ടിച്ച് കോടതിയിൽ കീഴടങ്ങുമെന്ന് പോലീസും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കരുതിയിരുന്നില്ല എന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ കൃത്യമായ ചില ആസൂത്രണത്തിലൂടെ BJP നേതാക്കളും പ്രവർത്തകരും അക്കാര്യത്തിൽ PC ജോർജിനെ വളരെ രഹസ്യമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കോടതിയിൽ കീഴടങ്ങാനായി അവസരമൊരുക്കി. അല്പം മുമ്പ് PC ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. ഇനി വൈദ്യപരിശോധന അടക്കമുള്ള മറ്റ് നടപടികൾ ഉണ്ടാകും. എന്തായാലും കോടതി സ്വാഭാവികമായും നിർദ്ദേശിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി അറസ്റ്റിന് വഴങ്ങുക എന്നുള്ളതായിരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. എന്തായാലും
ഈ കേസിൽ ഏറെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ PC ജോർജ് കീഴടങ്ങുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി 5-നായിരുന്നു ഈ വിവാദമായ ചാനൽ ചർച്ച നടന്നത്. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തെ തുടർന്ന് വിവിധ സംഘടനകൾ പോലീസിൽ പരാതി നൽകി. പിന്നീട് പോലീസ് കേസെടുത്തു. കോട്ടയം സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും PC ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. പിന്നാലെ ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളി. ഇതിന് പിന്നാലെയാണ് അറസ്റ്റിന് സാധ്യത തെളിഞ്ഞത്. ആദ്യം ധൃതിപ്പെട്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടാവില്ലെന്നായിരുന്നു വിവരം. പിന്നീട് DGPയുടെ ഓഫീസ് അറസ്റ്റിന് അനുമതി നൽകിയതോടെ ഇത്തരത്തിൽ PC ജോർജിൻ്റെ അറസ്റ്റിലേക്ക് പോലീസ് എത്തുമെന്ന ഘട്ടത്തിലാണ് PC ജോർജ് ഒളിവിൽ പോയത്. മറ്റാർക്കും നൽകാത്ത ചില ആനുകൂല്യങ്ങൾ PC ജോർജിന് ലഭിച്ചു എന്നുള്ള രാഷ്ട്രീയ വിമർശനം ശരിവെക്കുന്നതായിരുന്നു പോലീസിൻ്റെ എന്തായാലും ഇടപെടലുകൾ. നമുക്കറിയാം, അൻവറിനെ അടക്കം വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നടപടികൾ നമുക്ക് മുൻപിലുണ്ട്. എന്നാൽ PC ജോർജിൻ്റെ കാര്യത്തിൽ അത്തരമൊരു അറസ്റ്റ് നടപടികളോ പോലീസ് ഇടപെടലോ ഉണ്ടായില്ല എന്നുള്ളത് പല വിമർശനമായി ഉയർന്നു വന്നു. എന്തായാലും തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഹാജരാകാമെന്ന് ഔദ്യോഗികമായ അറിയിപ്പ് നൽകിയതാണ് അദ്ദേഹം. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കോടതിയിൽ ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും ആരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഈ കത്ത് നൽകിയതിനെ കോടതിയിൽ എതിർക്കേണ്ടി വരും. അങ്ങനെ എതിർക്കുമോ ഇല്ലയോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു PC ജോർജ് തിങ്കളാഴ്ച ഹാജരാകാമെന്ന് കാണിച്ചുകൊണ്ട് കത്ത് നൽകിയത്. എന്നാൽ ഇക്കാര്യം ഇനി പോലീസിന് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയതുകൊണ്ട് പോലീസ് സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ എതിർക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടർ നടപടികൾ എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വൈദ്യപരിശോധന അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ജോസ്, ഈ കാര്യത്തിൽ തുടക്കം മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ പോലീസ് കബളിപ്പിക്കപ്പെട്ടു എന്നത് ശരിയാണ്. പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് കാത്തിരുന്നു, പക്ഷെ പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ തുടക്കം മുതൽ ഇതുവരെയുള്ള സമയത്ത് PC ജോർജിനെ സംബന്ധിച്ച് പരമാവധി നാടകം കളിക്കാൻ, ഒഴിഞ്ഞു നിൽക്കാൻ, നിയമ നടപടിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യമായ ഒരു സഹായം പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമായി തന്നെ ഉണ്ടായി എന്ന് ഈ കേസ് പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലേ? തീർച്ചയായും നിഷാദ്, ഇത്തരത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണം തുടക്കം മുതൽ ഈ കേസിലുണ്ട്. ആദ്യം ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാകും. ആദ്യം സംഭവമുണ്ടായി, വിവിധ പരാതികൾ, 7ഓളം പരാതികൾ സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടും ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. വിവിധ മാധ്യമ വാർത്തകളും അതോടൊപ്പം രാഷ്ട്രീയ സമ്മർദ്ദവും വിമർശനങ്ങളും ശക്തമായപ്പോഴാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു അനുമതി പോലീസിന് നൽകിയത്. അങ്ങനെ ജനുവരി 9-നാണ് ഈരാറ്റുപേട്ട പോലീസ് യൂത്ത് ലീഗിന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. മതവിദ്വേഷം പ്രചരിപ്പിക്കാതോടൊപ്പം കലാപാഹനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. മുമ്പും സമാനമായ കേസുകൾ PC ജോർജിനെതിരെ ഉണ്ട്. കൊച്ചി വെണ്ണലയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുമൊക്കെയും സമാനമായ കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചപ്പോൾ കൃത്യമായും ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നൊരു നിർദ്ദേശം PC ജോർജിൻ്റെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരം എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് PC ജോർജ് വീണ്ടും ഇത്തരം ചെയ്തികൾ ആവർത്തിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജാമ്യം തള്ളിയത്. എന്നാൽ ജാമ്യം തള്ളി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും PC ജോർജിൻ്റെ വീട്ടിലെത്തി PC ജോർജിനെ അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നില്ല. വെള്ളിയാഴ്ച ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ശനിയാഴ്ച മാത്രമാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർ PC ജോർജിന് ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിലെത്തി കത്ത് നൽകിയത്, അല്ലെങ്കിൽ നോട്ടീസ് നൽകാൻ ശ്രമം നടത്തിയതെന്ന്. നേരിട്ട് നോട്ടീസ് നൽകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ സംഘം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അദ്ദേഹം സ്ഥലത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരിട്ട് നോട്ടീസ് കൈപ്പറ്റാൻ ആവില്ല എന്ന് കുടുംബാംഗങ്ങളും അഭിഭാഷകരും വ്യക്തമാക്കിയതോടുകൂടി പോലീസ് സംഘം 2 വട്ടം മടങ്ങിപ്പോവുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ PC ജോർജിന് ലഭിച്ചു എന്നത് ശരിവെക്കുന്നത്, അല്ലെങ്കിൽ ആ വിമർശനങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായ പോലീസ് നടപടികൾ. എന്തായാലും പോലീസിനെ അതിവിദഗ്ധമായി PC ജോർജും BJP നേതൃത്വവും കബളിപ്പിച്ചു എന്ന് തന്നെ പറയാം. പോലീസിന് സ്റ്റേഷന് മുന്നിൽ ഹാജരാകാമെന്ന് പോലീസിന് ഔദ്യോഗികമായി കത്ത് നൽകിയ ശേഷം പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പറഞ്ഞ ആ വ്യക്തി ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്ത് ഇനി അതിനെത്രത്തോളം സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കിക്കാണണം. കാരണം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ ചെയ്യേണ്ട പ്രവൃത്തിയല്ല PC ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ള സ്വാഭാവികമായും പോലീസിന് എതിർക്കേണ്ടി വരും.